നമസ്കാരം, വീട്ടമാസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമാസിൻ്റെ എപ്പിസോഡിൽ ഒരു 4 മണിക്കുള്ള ചായക്കടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഉള്ളിവട പോലൊരു ഉരുളക്കിഴങ്ങ് പക്കോടയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഉരുളക്കിഴങ്ങ് പക്കോറ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങാണ്, ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 3 ഒക്കെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരുപാട് കനം കൂടിയതല്ല, എന്നാൽ തീരെ കനം കുറച്ചതും അല്ലാത്ത കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, നിങ്ങൾക്ക് സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസറിൽ വെച്ചിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരു സ്ലൈസർ ഇതിൽ വെച്ചിട്ട് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ നാര് പോലുള്ള പൊട്ടറ്റോയുടെ കഷ്ണങ്ങൾ കിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. വലിയ ഹോൾ, ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ പറ്റില്ല, വലിയ ഹോളുള്ള ഗ്രേറ്റർ എടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ എങ്ങനെയായാലും ഇങ്ങനെ കനം കുറഞ്ഞ ഇതുപോലുള്ള നീളൻ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് പൊട്ടറ്റോ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുകയാണ്. തണുത്ത വെള്ളമാണ്, സാധാ പച്ചവെള്ളം. ഇതിലോട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൽ ഒരുപാട് ഇതുണ്ട്, സ്റ്റാർച്ചുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്, സ്റ്റാർച്ചൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചേക്കുവാണ്. വെള്ളമൊക്കെ ഈർപ്പമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ട കുറച്ച് പൊടികളുണ്ട്. അപ്പോൾ കടലമാവ്, ഒരു 1/4 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുത്ത ഗരം മസാലയാണ്, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഈ ഉപ്പൊക്കെ കൂടി ചെല്ലുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നീട് ഇനി നമുക്ക് കടലമാവ് ചേർക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് അതനുസരിച്ചിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒട്ടും ഇതില്ലാന്ന്, മാവില്ല, പൊടി കുറവാണെന്ന് തോന്നും. അപ്പോൾ ഈ സമയം കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തു. ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 2 നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ നല്ല പാകത്തിന് ഇരിക്കുകയാണ്. ഒട്ടും കടലമാവ് നമുക്ക് ചേർക്കേണ്ടി വന്നില്ല, കറക്റ്റായിരുന്നു നമ്മൾ ചേർത്തത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെള്ളം ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് അതുകൊണ്ടാണ് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്കത് ഉരുട്ടിയൊന്നും എടുക്കൊന്നും വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തങ്ങിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ആ പൊട്ടറ്റോ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മസാല പുരട്ടി വെച്ചതെല്ലാം കൂടി ഇതുപോലെ നമുക്ക് വറുത്ത് കോരാം. വറുത്ത് കോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഉള്ളു നന്നായിട്ട് വേവണം. അതുകൊണ്ട് തന്നെ എണ്ണ ചൂടാവുന്ന വരെ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിക്കൊള്ളുക. അപ്പോൾ ഉള്ളു നന്നായിട്ട് വേവണം, പുറം നന്നായിട്ട് മൊരിയും വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് വറുത്ത് കോരാനായിട്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. നമ്മുടെ പൊട്ടറ്റോ പക്കോറാസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഈ പക്കോറാസ് എന്നൊക്കെ പറയുന്ന എല്ലാം നോർത്ത് ഇന്ത്യൻ സ്നാക്സാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഉള്ളിവട നമുക്കിഷ്ടമല്ല. അപ്പോൾ അതിനോട് ചേർന്ന് ഈ ഉള്ളിവടയുടെ ഒരു ചേട്ടനോ അനിയനോ ഒക്കെ ആയിട്ട് വരും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ളൊരു ചായക്കടി ആയിരിക്കും, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ് പൊട്ടറ്റോ പക്കോറ.
അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് പക്കോടാസും റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയൊക്കെ ഒരു 4 മണി സ്നാക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് മഴ സമയമാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ പറയും വേണ്ട, നല്ല ചൂട് കട്ടനും നല്ല ചൂട് പൊട്ടറ്റോ പക്കോറയുമായിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു. അപ്പോൾ അതെ, എല്ലാം സെറ്റായിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.